നമുക്കിന്നൊരു ചൂരമീൻ അച്ചാറുണ്ടാക്കാം കേട്ടോ. ചൂരമീൻ അച്ചാർ. അപ്പോൾ ദേ ഇതുണ്ട്, നന്നായിട്ട് കഴുകി നുറുക്കി തൊലിയൊക്കെ പൊളിച്ച് കളഞ്ഞ്, തൊലി പൊളിച്ച് കളഞ്ഞിട്ട് നുറുക്കി കഴുകി പറഞ്ഞത് അങ്ങനെ തിരിഞ്ഞു പോയി കേട്ടോ, അത് സാരമില്ല. അപ്പോൾ അങ്ങനെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് അതിൻ്റെ മുള്ളാണ്, മുള്ളും നട്ടിലും ചെറിയ ചെറിയ പൊടി ആയിട്ടുള്ള അതിൻ്റെ ഇറച്ചി കഷ്ണങ്ങളാണ്. ഇപ്പം നല്ലതുള്ളതെല്ലാം ഇങ്ങോട്ട് മാറ്റി വെച്ച് അച്ചാറെടുക്കാൻ. ഇതിനെ ചുമ്മാ ഒന്ന് ചാറ് വയ്ക്കാമെന്ന് വിചാരിച്ചേ. അത് ചാറ് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതുണ്ട്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക് ഒക്കെ കൂടി അരിഞ്ഞ് വെച്ചേക്കുക കേട്ടോ. പിന്നെ ഇത് ഇച്ചിരി നന്നാക്കി വെച്ചിരിക്കുന്ന ഉള്ളിയാണ്, ആവശ്യം വന്നാൽ എടുക്കാം, ഇല്ലെങ്കിൽ അവിടെ ഇരുന്നോട്ടെ എന്ന് ഓർത്തു. ഇത് ഈ അച്ചാറിടാൻ വേണ്ടി കുറച്ച് വെളുത്തുള്ളിയും കൂടെ വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി കൊണ്ട് പൊളിച്ച് വെച്ചു കേട്ടോ. ഇനി ഒരു ലേശം ഇഞ്ചി കഷ്ണവും കൂടെ കുരുന്ന് അരിച്ചെടുക്കണം. ഒത്തിരി വേണ്ട, ഇച്ചിരി മതി, അല്ലെങ്കിൽ ഇഞ്ചിയുടെ കുത്തിരി വന്നു പോകും. പിന്നെ നല്ലെണ്ണ, വെളിച്ചെണ്ണയ്ക്കകത്ത് വറക്കും, നല്ലെണ്ണയ്ക്കകത്ത് അച്ചാറിടും. പിന്നെ വിനാഗിരി ഇരിപ്പുണ്ട്, വിനാഗിരി എടുത്ത് വെച്ചില്ല കേട്ടോ. 2 കവറ് അച്ചാർ പൊടി, 1 കവർ ഇട്ട് നോക്കിയിട്ട് പോരെന്ന് വേണ്ട, 1 കവർ അച്ചാർ പൊടിയും കൂടെ ഇടും കേട്ടോ. ചിലപ്പോൾ ഞാൻ ഇതിൻ്റെ പകുതി ഇട്ടിട്ട് പിന്നെ കാശ്മീരി മുളക് പൊടി ചേർക്കും. അതാകുമ്പം എരിവുണ്ടാവില്ല, നല്ല കളർ കിട്ടും. ഇതിനാകുമ്പോൾ ചിലപ്പോൾ നന്നായിട്ട് എരിവ് വരും കേട്ടോ. ഇതിനകത്ത് എല്ലാ കൂട്ടം മസാലകൾ ചേർന്നെങ്കിലും നമുക്ക് കുറച്ച് മസാലയും കൂടെ ചേർക്കണം. കായം ചേർക്കണം, കണ്ടോ, കായപ്പൊടിയുണ്ട്, പിന്നെ ഉലുവാപ്പൊടിയുണ്ട്, കുരുമുളക് പൊടി വറക്കാൻ നേരത്തെ ഒരു അല്പം ചേർക്കണം. ഒത്തിരി ചേർത്ത് കഴിഞ്ഞാൽ എണ്ണയ്ക്കകത്ത് കിടന്ന് മുരിഞ്ഞ് വരുമ്പോൾ മുളക് പൊടി കുരുമുളക് മുരിഞ്ഞ് കഴിഞ്ഞാൽ കയ്പ്പാണേ. അതുകൊണ്ട് കുരുമുളക് അങ്ങനെ എണ്ണയിലിട്ട് ഒത്തിരി മുരിച്ചെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതെല്ലാം കൂടെ ചെയ്ത് നമുക്കൊരു അച്ചാർ ഉണ്ടാക്കിയെടുക്കാം. ചൂരമീൻ അച്ചാർ, എല്ലും മുള്ളും കറി വയ്ക്കാൻ കണ്ടോ, ഗ്രേവിയോട് കൂടി. അപ്പോൾ ഇനി നമുക്ക് തുടങ്ങിയാലോ. അപ്പം നമ്മുടെ മീൻ അരപ്പ് തിരുമ്മി വെച്ചിട്ട്, അതായത് മസാല പരട്ടി വെച്ചിട്ട് കുറേ സമയമായി കേട്ടോ. ഇത് നമുക്കിതിനെ ഒന്ന് വറക്കാൻ നോക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ച് വരുമ്പം മീനിട്ട് ആദ്യമേ തന്നെ വറുത്ത് കോരി വെക്കണം. എന്നിട്ട് വേണം നമുക്ക് അച്ചാറിടാൻ. അപ്പം ആദ്യമേ തന്നെ എണ്ണയൊക്കെ ഒഴിച്ച് വറക്കാൻ നോക്കട്ടെ കേട്ടോ. അപ്പോൾ എണ്ണ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ അരപ്പ് തിരിഞ്ഞ് വെച്ചിരുന്ന, അതായത് മസാല തിരിഞ്ഞ് വെച്ചിരുന്ന മീനൊക്കെ കോരിയിട്ടു കേട്ടോ. നന്നായിട്ട് നമുക്കതിനെ മൊരിച്ച് കോരി ഈ പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കാവേ. മുഴുവൻ മീനും വറുത്ത് കോരി കഴിഞ്ഞിട്ട് വേണം നല്ലെണ്ണയ്ക്കകത്ത് വെളുത്തുള്ളി വഴറ്റാനും അരപ്പുള്ളി ചേർക്കാനും വിനാഗിരി ചേർക്കാനും ഒക്കെ. അപ്പം 2 ട്രിപ്പ് ഇതുണ്ട് നമ്മൾ വറുത്ത് കോരി ഇട്ടു ചൂരമീനെ. 3ാമത് വറക്കാനിപ്പോൾ കുറേയൊക്കെ ആട്ടോ വറക്കണമല്ലോ. മറ്റേ ഒരു അര ചീനിച്ചട്ടി എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 2ആയിട്ടൊക്കെ വറുത്തെടുക്കാം. അന്നേരം പിന്നെ അതിൻ്റെ ബാലൻസ് വരുന്ന എണ്ണ വെറുതെ നമ്മൾ വെച്ചിരുന്ന് കളയേണ്ട വരികയില്ലേ. ഇതാകുമ്പോൾ പിന്നെ കുറച്ച് എണ്ണയാണ് ബാലൻസ് വരുള്ളൂ. അതിനകത്തേക്ക് നമുക്കൊരു ഉള്ളി, വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്ത് നമുക്ക് കറി വെക്കാം. പുളിയൊക്കെ ഇട്ട് ഇരിക്കുന്ന മീൻ കറി വെച്ചെടുക്കാം കേട്ടോ. ഇതുണ്ട്, ഈ വെളുത്തുള്ളി നമുക്ക് അച്ചാറിടാനാണ്, സെപ്പറേറ്റ് അച്ചാറിടാൻ. ആ ഇരിക്കുന്ന വെളുത്തുള്ളി കറിക്കകത്ത് ചേർക്കാൻ, കറിക്കകത്തല്ല അച്ചാറിനകത്ത്, മറ്റേത് സെപ്പറേറ്റ് ഇടണം. അപ്പം ഇങ്ങനെ വെന്ത് വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതായത് ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും ഞാൻ കുറേശ്ശെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചൂരമീനെല്ലാം വറുത്തെടുത്തു കേട്ടോ. മസാല പുരട്ടി വെച്ചിരുന്ന മീൻ മൊത്തം വറുത്ത് കോരി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിനെ നമുക്ക് അച്ചാറാക്കി മാറ്റാം. അതിനിടയ്ക്ക് ആ മീൻ കറി വെക്കുകയും ചെയ്യണം. അപ്പോൾ ഇതും കൂടെ കോരി എടുത്തിട്ട് പിന്നെ എന്തൊക്കെ ഉള്ളിയൊക്കെ വഴറ്റണം. ഇനി ഇത് വെളിച്ചെണ്ണ ആയതുകൊണ്ട് ഇത് മാറ്റണം. നല്ലെണ്ണയിൽ വേണം നമുക്ക് അച്ചാറാക്കി എടുക്കാനേ. അപ്പോൾ നമ്മൾ മീനെല്ലാം വറുത്ത് കോരി വെച്ചു കേട്ടോ. അപ്പോൾ വീണ്ടും ചട്ടിയൊക്കെ നന്നായിട്ട് തേച്ച് കഴുകി അച്ചാറിടാനുള്ള പരുവത്തിനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഞാൻ. വറുത്ത മീനുകൾ അതുകൂടെ സൂക്ഷിച്ച് മൂടി വെക്കാം. അപ്പം നമ്മൾ ആ മീനിൻ്റെ ചൂരമീനിൻ്റെ മുള്ളുകളെല്ലാം കൂടെ ഒടിച്ച് നുറുക്കി കുറച്ച് ദശയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിന് നമ്മൾ അച്ചാർ വയ്ക്കാനായിട്ട് അതുകൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത പടി നമുക്ക് ഇതിനകത്ത് നല്ലെണ്ണ ഒഴിച്ച് വെളുത്തുള്ളി, ഇഞ്ചി,
എല്ലാം കൂടെ വഴറ്റാം. പിന്നെ ഇച്ചിരി ഉലുവായും ഒക്കെ ഇട്ട്, ഉലുവ തന്നെ അല്ലല്ലോ, കായപ്പൊടി ചേർക്കണം കേട്ടോ. കായപ്പൊടി ഇതേ ഈ പിക്കിളിനകത്ത് ബ്രാഹ്മിൻസ് പിക്കിൾസാണേ, ബ്രാഹ്മിൻസ് പിക്കിൾ. അപ്പം അതിനകത്ത് എല്ലാ ചേരുവകളും ചേർന്നിട്ടുണ്ട്. എങ്കിലും ഒരല്പം നമുക്ക് കായപ്പൊടിയും കൂടി ചേർക്കാം, ഇച്ചിരി ഉലുവായും ചേർക്കാം. കുരുമുളക് പൊടി ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. ഈ അച്ചാറിനകത്ത് കുരുമുളക് പൊടി ചേർക്കുന്നില്ല, ബാക്കിയെല്ലാം ചേർക്കും. കുരുമുളക് എനിക്ക് ഇഷ്ടമല്ല അച്ചാറിനകത്ത് ചേർക്കുന്നത്, അതുകൊണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പരിപാടികളൊക്കെ നോക്കാം. നല്ലെണ്ണയിൽ വഴറ്റിയെടുക്കാം ബാക്കി സാധനങ്ങളൊക്കെ. എന്നാൽ പിന്നെ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം കേട്ടോ. ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായി. ഇനി നല്ലെണ്ണ ഒഴിച്ച് കടുകിട്ട് പിന്നെ വെളുത്തുള്ളി വഴറ്റി അച്ചാർ പൊടിയിട്ട് വിനാഗിരി ഒഴിച്ച് ഉപ്പും പരുവത്തിനാക്കി കായപ്പൊടിയൊക്കെ ഇട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. വെളുത്തുള്ളി ഒരു ശകല ഇഞ്ചി, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി ആട്ടോ ഇട്ടുള്ളൂ, ഒത്തിരി ഇട്ടില്ല. ഇഞ്ചിയുടെ കുത്തലുണ്ടാവും, അതുകൊണ്ട് അത് വെളുത്തുള്ളി ഇങ്ങനെ നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണേ. ഒരു ചുമന്ന് വന്ന് തുടങ്ങി. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് പൊടികൾ ചേർക്കാം. പൊടികളെന്ന് പറഞ്ഞാൽ മസാലപ്പൊടി മാത്രം ചേർത്താൽ മതി. കാരണം മീനിനകത്ത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി നന്നായിട്ട് ചേർത്ത് ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് വറുത്ത് കോരി വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇതിനകത്ത് വെറുതെ ഇച്ചിരി ഉലുവായും കടുകും കൂടി ഇട്ട് പൊട്ടിച്ചേ ഉള്ളൂ. ഇതിനകത്ത് ഉലുവ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഏറ്റവും അവസാനം നമുക്ക് കായപ്പൊടി ചേർക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് ഇനി പിന്നെ അച്ചാർ പൊടി ഇടട്ടെ കേട്ടോ. അച്ചാർ പൊടി ഇട്ടു, നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. തീയൊക്കെ കുറച്ച് വെക്കണം. ഇനി നല്ല കത്തി കരിഞ്ഞു പോകും. ഇനി ഇതിനകത്തേക്ക് നമുക്ക് മീനിട്ട് കൊടുക്കാം. അപ്പം മീൻ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കേട്ടോ. മീൻ കഷ്ണങ്ങൾ ചേർത്ത് അരപ്പും പിന്നെ ഉപ്പും അരപ്പും എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മൊത്തത്തിലൊന്ന് പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. തിളച്ച വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല, കാരണം ഇത് അധിക സമയമൊന്നും വെച്ചുകൊണ്ടിരിക്കുന്ന സാധനമല്ല, പെട്ടെന്ന് തീർന്നു പോകും. അതുകൊണ്ട് തന്നെ അധികം ചാറൊന്നും വേണ്ട ഇതിന്. അത്യാവശ്യം വിനാഗിരിയുടെ ഒരു ടേസ്റ്റും കൂടി ഒന്ന് പിടിച്ച് കിട്ടിയാൽ മതി. അപ്പോൾ കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കട്ടെ. അപ്പോൾ ഹലോ, എല്ലാവർക്കും പാറു എൻ്റെ അമ്മ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് ഇൻട്രോ പറയുന്നത്. പകുതി പണി കഴിഞ്ഞപ്പോഴാണ് ഇൻട്രോ പറയുന്നത്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഒരു ചെറിയ കറി ഉണ്ടാക്കിയത്, ഒരു ചൂരമീൻ അച്ചാർ, പിന്നെ ഒരു വെളുത്തുള്ളി അച്ചാർ, 2 അച്ചാറുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പകുതി പണിയൊക്കെ കഴിഞ്ഞ് ഒരു ഇൻട്രോ പറയാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് കറികളെന്ന് പറഞ്ഞാൽ അച്ചാർ കറിയല്ല വെച്ചത് കേട്ടോ. ഇത് ഞങ്ങൾ ഇതുണ്ടോ വിനാഗിരിയൊക്കെ ചേർത്ത് വെച്ചേക്കുവാണ്. വെള്ളം ഒഴിച്ചില്ല, ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കാതെയാണ് ഈ ചൂര അച്ചാറിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ഓരോ കഷ്ണമായിട്ട് എടുക്കാം. ഈ പൊതിച്ചോറ് കെട്ടാനൊക്കെ ആയിട്ട് ഓരോ കഷ്ണം എടുത്ത് വെക്കാം, കഴിക്കാം. പല കൂട്ടം കറിയുടെ കൂടെ ഒരു രുചി വ്യത്യാസത്തിനും വേണ്ടിയിട്ട് ഇങ്ങനെ ഒരേ കഷ്ണങ്ങൾ എടുത്ത് കഴിക്കാനൊക്കെ എടുത്ത് വെക്കാം കേട്ടോ. ഇതുണ്ടോ, ഇതാണ് അച്ചാറും അല്ല വെളുത്തുള്ളി. ഇത് എല്ലാം കൂടെ ചേരുമ്പോഴാണല്ലോ അച്ചാറാകുന്നത്. എല്ലാം ഉണ്ട് കേട്ടോ. ഇച്ചിരി കൂടുതൽ വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. എല്ലാവർക്കും ഇവിടെ വെളുത്തുള്ളി വലിയ ഇഷ്ടമുള്ളതാണ്. അതുകൊണ്ട് വെളുത്തുള്ളി അച്ചാറെന്ന് വേണമെങ്കിൽ ഇപ്പം മീനച്ചാറാണോ വെളുത്തുള്ളി അച്ചാറാണോ എന്ന് അറിയത്തില്ല, അതുപോലെ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. കാരണം ഒരു കഷ്ണത്തിന് ഒരു വെളുത്തുള്ളി എന്ന് പറഞ്ഞ രീതിക്കാണ് ഇട്ടേക്കുന്നത്. അത് ഇഷ്ടം കൊണ്ട് ഇട്ടതാ കേട്ടോ, മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തേക്കുന്നതാണ്. ഇത് നമ്മളിപ്പം ഇതുണ്ടോ ഈ വെളുത്തുള്ളി അച്ചാറിടാൻ വേണ്ടിയിട്ടാണ്. വെളുത്തുള്ളി മാത്രം, ഇതിൻ്റെ കൂടെ മീനൊന്നുമില്ല കേട്ടോ. ഇത് അല്ലെങ്കിൽ ആൾക്കാർ ഓർക്കും ഇതും ഇതിൻ്റെ കൂടെ മീനുണ്ടോയെന്ന്. കാരണം കൂടുതലായിട്ടുള്ളത് വെളുത്തുള്ളിയാണല്ലോ. ഇത് വെളുത്തുള്ളി മാത്രം അച്ചാറിടുന്നതാണ്. അപ്പോൾ അതും കൂടെ ഇതിൻ്റെ ഒപ്പം അങ്ങ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. വിലക്കുറഞ്ഞ് ഈ വണ്ടിയിലൊക്കെ കൊണ്ടുവന്ന് വിറ്റുകൊണ്ടിരുന്നപ്പോൾ വിലക്കുറവിന് നല്ല കുറച്ച് വെളുത്തുള്ളി കിട്ടി. നല്ല വെളുത്തുള്ളി, പൊളിക്കാനൊക്കെ എളുപ്പമുള്ള നല്ല മുഴുത്ത വെളുത്തുള്ളിയാണ്. എന്നാൽ പിന്നെ ശകലം പിന്നെ അച്ചാറിട്ടേക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി പണികൾ ചെയ്യാം. ഒരല്പം കൂടി മൂക്കാനുണ്ടായിരുന്നു. തീ കുറച്ച് വെച്ചേക്കുമായിരുന്നു കേട്ടോ ഇത്ര സമയം.
അപ്പോൾ പിന്നെ കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. 2-3 ഉലുവായും കൂടി ഇട്ട്, കടുക് പൊട്ടി കഴിഞ്ഞിട്ട് വേണം നമുക്ക് 5-6 ഉലുവായും കൂടി ഇട്ട് കൊടുക്കാം. ഈ അച്ചാർ പൊടിക്കകത്ത് എല്ലാ കൂട്ടവും ഉണ്ട് എങ്കിൽ പോലും ഞാൻ ഈ കായപ്പൊടി ഇതിനകത്ത് ഇട്ടത് ഞാൻ പിടിച്ചില്ലായിരുന്നു കേട്ടോ. അത് പിടിക്കാൻ പറ്റിയില്ല, അത് മറന്നുപോയി. കായം ഇട്ട് മിക്സ് ചെയ്തത് മറന്നുപോയി പിടിക്കാൻ. അതുകൊണ്ട് കായപ്പൊടി ലാസ്റ്റ് ചേർത്തിട്ടുണ്ട് മീൻ അച്ചാറിനകത്ത്. അപ്പോൾ അത് നമുക്ക് ഇനി നല്ല കുപ്പി ഭരണിക്കകത്ത് തുളച്ചിട്ട് എടുത്ത് വയ്ക്കണം. എത്ര എടുത്ത് വെച്ചാലും ഒത്തിരി നാളൊന്നും ഇരിക്കില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ തീരും. അതിപ്പോൾ തുണ്ടമീൻ അച്ചാറിട്ടാലും ശരി, ചൂരമീൻ അച്ചാറിട്ടാലും ബീഫ് അച്ചാറിട്ടാലും അച്ചാറൊന്നും അധികം. ഇതിൽ മാങ്ങയും നാരങ്ങയൊക്കെ എനിക്ക് കുറേ കാലങ്ങൾ ഇരിക്കും. പക്ഷേ ഇതൊക്കെ പെട്ടെന്ന് തീർന്നു പോകും. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കരിയാപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് അതിൻ്റെ കരിയാപ്പിലയുടെ ആ വെള്ളത്തിൻ്റെ അംശം ഒന്ന് പോട്ടെ. അത് കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി, ബാക്കി മുഴുവൻ വെളുത്തുള്ളി വേണം. ഒരല്പം ഇഞ്ചി ഇട്ട് കിട്ടില്ല എല്ലാ രീതിയിലാണ് ചേർത്തിട്ടുള്ളത്. ഒത്തിരി രീതിയൊന്നും ചേർത്തിട്ടില്ല. പച്ചമുളകും കൂടെ മുറിച്ച് ചേർക്കണമായിരുന്നു. അന്നേരം ഇത് കുറച്ച് നാൾ ഇരുന്ന് കഴിയുമ്പോൾ ഈ പച്ചമുളകിൻ്റെ ആ പച്ചപ്പ് നീണ്ടു നിന്നാലേ അച്ചാർ വെള്ളമായി പോകുമ്പോൾ പെട്ടെന്ന്. അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടൊക്കെ തിരിഞ്ഞാണെങ്കിൽ കുഴപ്പമില്ല. വെളുത്തുള്ളി ഇപ്പം മീനൊക്കെ ഉള്ളതുകൊണ്ട് വെളുത്തുള്ളി കുറേ ദിവസം ഇരിക്കും. അതുകൊണ്ട് അതിനകത്ത് പച്ചമുളക് ചേർക്കുന്നില്ല. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി അച്ചാറും റെഡിയായി കേട്ടോ. ഇനി തീ ഓഫ് ചെയ്തിട്ട് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. ഒത്തിരി ഒന്നും വേണ്ട കേട്ടോ, കുറച്ച് വിനാഗിരി മതി. ആവശ്യത്തിനുള്ള വിനാഗിരി ഒരു 2 സ്പൂൺ കാണും, അത് മതി. പിന്നെ ഒന്ന് നന്നായിട്ട് ചൂടാറി തണുത്ത് കഴിയുമ്പം നമുക്കൊരു ചെറിയ കുപ്പി പാത്രത്തിലിട്ട് വയ്ക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വെളുത്തുള്ളി അച്ചാർ. കണ്ടോ, മീൻ അച്ചാർ കണ്ടോ? അത്യാവശ്യം കഴിക്കാനുള്ള ഇപ്പോൾ എടുത്തതാണേ അതിൻ്റെ എന്നിട്ടിരിക്കണേ. ഇനി ഇത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കുപ്പി ഭരണിയിലേക്ക് മാറ്റണം. ഇത് അതിനകത്ത് ഒട്ടും പോലും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. ഇതൊരല്പം ചൂടുവെള്ളം ചേർത്ത് പിന്നെ വിനാഗിരിയും കൂടെ ചേർത്തു. ഇതിനകത്ത് വെള്ളം ചേർത്ത് ഉണ്ടാക്കുന്ന ഇഷ്ടമില്ല ഇവിടെ, അതുകൊണ്ടാണ് വെള്ളം ഒഴിക്കാത്തത്. അപ്പം നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇതുണ്ടോ, പിന്നെ വെളുത്തുള്ളി അച്ചാറും ഇട്ടു, ചൂരമീനും അച്ചാറിട്ട് വെച്ചു. ഇനി അത് ഒരുമാതിരി തണുത്തിട്ടുണ്ട്. ഇച്ചിരി നന്നായിട്ട് തണുത്ത് കഴിയുമ്പം 2 കുപ്പി ഭരണികളിലാക്കി എടുത്ത് വെക്കാം കേട്ടോ. എടുത്ത് വെച്ചാൽ അധികം നാളൊന്നും ഇരിക്കില്ല, നമ്മളതിങ്ങനെ നാളെ തൊട്ട് എടുത്തുകൊണ്ടിരിക്കും, അത് വേറെ കാര്യം. അപ്പോൾ എല്ലാവർക്കും ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണണം, ഷെയർ ചെയ്ത് കാണണം, സബ്സ്ക്രൈബ് ചെയ്ത് കാണണം. ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ ഇനേബിൾ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഒരു ഫുൾ സപ്പോർട്ടും കൂടെ ഞങ്ങൾക്ക് തരണം കേട്ടോ. അപ്പോൾ ഇനി ഇങ്ങനെ ഉള്ള കുഞ്ഞു വീഡിയോസുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരേക്കും ബൈ. അപ്പോൾ രാത്രിയിലാണ് ഈ വീഡിയോ എടുത്തത്, കറി ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അതുകൊണ്ട് എല്ലായിടത്തും ഒന്നും ലൈറ്റില്ല കേട്ടോ, അവിടെയാണ് ലൈറ്റ്. അപ്പോൾ ലൈറ്റ് എല്ലായിടത്തേക്കും ഒന്നും ശരിക്കും കിട്ടത്തില്ല കേട്ടോ. അതുകൊണ്ടൊരു നേരിയ ഇരുട്ടൊക്കെ ഉണ്ട്, പ്രകാശമൊക്കെ ഇച്ചിരി കുറവായിരുന്നേ. അപ്പോൾ ബൈ പറഞ്ഞെങ്കിലും ഒന്നും കൂടെ ഞാൻ ഒരു വൈൻഡപ്പ് ഒന്നും കൂടെ പറയാം കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ വീഡിയോ കണ്ട് നമുക്ക് ഫുൾ സപ്പോർട്ട് തരണേ. അപ്പോൾ ഇനി നമുക്കിതുപോലെ തന്നെ വേറെ ചെറിയ കുക്കിങ്ങും മറ്റ് കലാപരിപാടികളും ഒക്കെ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. യാത്ര ചെയ്യുന്നതൊക്കെ കേട്ടോ. ഞാനൊരു കഴിഞ്ഞ ആഴ്ച ഒരു അമ്പലത്തിൽ പോയായിരുന്നു. പക്ഷേ അമ്പലത്തിൽ ചെന്നപ്പോഴത്തേനും അമ്പലത്തിൻ്റെ നട അടച്ചു പോയി. അപ്പോൾ എങ്കിലും ഞങ്ങൾ ചെറിയൊരു അമ്പലത്തിൻ്റെ ചുറ്റും നടന്നൊക്കെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ അമ്പലത്തിൽ ചെല്ലുമ്പോൾ അമ്പലത്തിൻ്റെ നട അടച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒന്നും കൂടി പോകണമെന്നാണ് പറയുന്നത് അമ്പലത്തിലേക്ക്. അപ്പോൾ ഞങ്ങൾ അടുത്ത ആഴ്ചയല്ല, അടുത്ത മാസം ഏപ്രിൽ മാസം ഷഷ്ടി നോക്കി ഷഷ്ടി വ്രതം എടുത്തിട്ട് ഷഷ്ടിയുടെ അന്ന് രാവിലെ പോയി ആ മുരുകക്ഷേത്രത്തിൽ ഒന്നും കൂടെ പോയി ഞങ്ങളൊരു തൊഴുത് പോരും. അപ്പോഴും ഒരു ചെറിയ വീഡിയോ ഒക്കെ എടുക്കും. അപ്പോൾ നമ്മളത് ഫുള്ളായിട്ട് കാണിക്കുന്നതാണ്.
പിന്നെ ഈ കൂടെ അതിൻ്റെ ഒരു ശകലം ഭാഗമൊക്കെ പോയതും വന്നതും ഒക്കെ ഒരു അല്പം കാണിക്കാം കേട്ടോ. മുഴുവനായിട്ടൊന്നും എടുത്തിട്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഒന്നും കൂടി വൈൻഡപ്പ് പറയുവാണേ. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.